ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റീല് കണ്ടുകൊണ്ടിരുന്നപ്പം പൊതിച്ചോറ് കണ്ടായിരുന്നേ. അപ്പോഴൊരു പെട്ടെന്നൊരു കൊതി വന്നു രാവിലെ. അപ്പോൾ പിന്നെ എന്തായിരുന്നു വെച്ചാൽ വാഴയില ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് കറി വെച്ചിട്ട് ഒരു പൊതിച്ചോറ് അങ്ങ് ഉണ്ടാക്കി. നീളം പയറല്ലേ, അത് കട്ട് ചെയ്ത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കേട്ടോ. ആദ്യം ഒരു പാൻ എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം 5-6 അല്ലി ചെറിയ ഉള്ളിയും 5-6 വെളുത്തുള്ളി കൂടി എടുത്ത് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സവാളയും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തേങ്ങയുടെ പീസ് ഉണ്ടല്ലോ, അതുകൂടി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നില്ല പയറുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒരു അടിപൊളി മെഴുക്ക് വരട്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടുക് വറുത്ത ഉടൻ തന്നെ നമുക്ക് തേങ്ങ അരിഞ്ഞ് ആഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ തേങ്ങ എത്ര കൂടുതൽ അരിഞ്ഞിടുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ മെഴുക്ക് വരട്ടിക്ക്. അപ്പം എല്ലാം കൂടി അടച്ചു വെച്ച് നല്ല പാകമായിട്ട് വെന്ത് വരണുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സി ജാറിലോട്ട് 5-6 വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുകൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല രീതിയിൽ വശങ്ങി വരട്ടെ. അപ്പം ഇറക്കുന്ന മുന്നേ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ മെഴുക്ക് വരട്ടി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയത് കീര തോരനാണ് കേട്ടോ. പച്ചക്കീരയില്ലേ, അതാണ് കേട്ടോ തോരൻ വെച്ചത്. ഞാൻ എപ്പോഴും പച്ചമുളക് ഇട്ടാണ് വയ്ക്കുന്നത്. ഇന്ന് നല്ല പച്ചക്കീരയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് മുളക് പൊടി ഇട്ട് വെച്ച്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കീര തോരനാണ് ഉണ്ടാക്കിയത്, പച്ചക്കീര തോരൻ. ഞാൻ എപ്പോഴും മുളക് പൊടിയല്ല പച്ചമുളകാണ് യൂസ് ചെയ്യണത്. പക്ഷേ ഇന്ന് ഞാൻ മുളക് പൊടി ഇട്ട് കേട്ടോ. അതാണ് ഈ തോരൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പപ്പടം ഉണ്ടാക്കി, പിന്നെ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കി, മോരുമുളക്, പിന്നെ മുരിങ്ങയ്ക്ക മുളക് ഇട്ടത് ഉണ്ടാക്കി കേട്ടോ. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, വറ്റൽമുളകും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സവാള എടുക്കുക. 2 ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ, എനിക്ക് കുറച്ച് കൂടുതൽ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 സവാളയാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മുരിങ്ങയ്ക്ക വെച്ചിട്ട് വേറൊരു റെസിപ്പിയാണ് ഇത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിലോട്ട് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക. ഇതിൽ ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വശങ്ങി വരുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് മുരിങ്ങയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മൾ മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് അടച്ചു വെച്ച് കൊടുത്തു കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം നല്ല തിളച്ച് പാകത്തിന് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനായിട്ട് ഇവിടെ എൻ്റെ ചെറുക്കുട്ടൻ മ്യൂസിക് ഇടുക കേട്ടോ. ഓൻ്റെ അടുത്ത് സംസാരിക്കാതെ വോയിസ് പറയുന്നതിൻ്റെ ഉള്ള ദേഷ്യം കേട്ടോ. ഞാനൊന്ന് ഇല വെച്ച് അടച്ചു വെച്ച് കൊടുത്തതേ. എന്നിട്ട് പാനിൻ്റെ മൂടിയും വെച്ച് അടച്ചു കൊടുത്ത് നല്ല തിളച്ച് പാകമായിട്ട് വറ്റി വരുമ്പോൾ മുരിങ്ങയ്ക്ക മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു. അതിപ്പോൾ നമുക്ക് പൊതിച്ചോറിനായിട്ട് ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഡൊപ്പി റൈസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഡൊപ്പി അരി ചോറും ആദ്യം വെച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്കിതിലോട്ട് മുരിങ്ങയ്ക്ക മുളകിട്ടത് വെച്ച് കൊടുത്തു. പിന്നെ പയറും മെഴുക്ക് വരട്ടി വെച്ച് കൊടുത്തു. പിന്നെ കീര തോരനില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ മുട്ടയും ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. മുട്ട ഓംപ്ലേറ്റ് ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല. വീട്ടിലുണ്ടാക്കിയ കറി വെച്ചാണ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയത്. അച്ചാറായിട്ട് നെല്ലിക്ക അച്ചാർ, നാരങ്ങ അച്ചാർ, വെള്ളരിക്ക കിച്ചടി വെച്ച് കൊടുത്തു. പിന്നെ ഒഴിച്ചേറിയായിട്ട് മോര് ഒഴിച്ചേറിയായിരുന്നു, അതുകൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ മുളക് വറുത്തതും പപ്പടം വറുത്തതും കൂടി ആഡ് ചെയ്തിട്ട്, നമുക്കിന്ന് മീൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഉണക്ക മീൻ വറുത്തതായിരുന്നു, വാള, അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇലയൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഗീസ്. എന്നിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഇല പേപ്പറൊക്കെ കൂടി പൊതിഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ. എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ ഉടൻ തന്നെ ഉണ്ടാക്കി കഴിക്കുക, അതാണ് എനിക്കിഷ്ടം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് നമ്മൾ പൊതിയൊക്കെ നൂത്ത് കഴിച്ചു. മോളാണ് കേട്ടോ, എനിക്കാണ് കൊതിയായിരുന്നതിൽ മോളാണ് പൊതി നൂത്ത് കഴിച്ചത്. ഫുള്ള് കഴിച്ചില്ല, കുറച്ച് കഴിച്ച് ടേസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തന്നു കേട്ടോ. ആഗ്രഹിച്ചിരുന്ന് കഴിച്ചതുകൊണ്ടാവും ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ഇലയുടെ മണവും. പക്ഷെ കണ്ടപ്പോൾ എല്ലാവർക്കും കൊതി വരുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മുട്ടയും കട്ടിച്ചമ്മന്തിയൊന്നും ഇല്ലാതെ തന്നെ ഞാനൊന്ന് പൊതിച്ചോറുണ്ടാക്കി നോക്കി. എല്ലാം കൂടി വച്ചാൽ ഇവിടെ ആരും കഴിക്കാനുമില്ല. ഞാൻ പറഞ്ഞായിരുന്നു മോളോട്
ചമ്മന്തിക്ക് പകരം കൊഞ്ചുപൊടി ചമ്മന്തി ഉണ്ടാക്കി തരാം, അത് നമുക്ക് വയ്ക്കാമെന്ന്. പക്ഷെ മോള് പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല, ഇത്ര മതിയെന്ന് കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ ഡിന്നറിന് എന്താ കഴിച്ചതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഡിന്നറിന് നമ്മൾ ബീട്രൂട്ട് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. കടലക്കറി, വെള്ള കടലക്കറി ഉണ്ടാക്കി. ഞാൻ മിക്കവാറും ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനത്തെ അപ്പമാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ പയറുണ്ടായിരുന്നല്ലോ, പൊതിച്ചോറിനുണ്ടാക്കിയ പയറും പിന്നെ കീര ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി വെച്ചു കഴിച്ചു. ഇതാണ് നമ്മൾ നൈറ്റ് ഡിന്നറിന് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പൊതിച്ചോറും ബീട്രൂട്ട് അപ്പവും ഒക്കെയാണേ. അപ്പം ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സി യു. താങ്ക് യു ഫോർ വാച്ചിങ്.